പൊതു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാർച്ച് 2-ാം വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. അർദ്ധസൈനിക മേധാവികളുമായി ഈ ആഴ്ചയാണ് ചർച്ച. കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ആർക്കെ, മാർച്ച് 2-ാം വാരം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഗോപിക, തീർച്ചയായിട്ടും മാർച്ച് 2-ാം വാരത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പൂർത്തിയാക്കി വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക. എന്നാൽ മാത്രമേ എത്ര ഘട്ടങ്ങളിലായി എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാനായിട്ട് സാധിക്കൂ. കഴിഞ്ഞ തവണ 7 ഘട്ടങ്ങളിലായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതേ മാതൃകയിൽ നടത്തണം എന്ന ഒരു താല്പര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളത്. പക്ഷേ കൂടുതൽ ഘട്ടങ്ങളിലായിട്ട് നടത്തണം എന്ന അഭിപ്രായം ചില അർദ്ധസൈനിക വിഭാഗങ്ങൾക്കുണ്ട്. കാരണം ഈ സൈനികരുടെ വിന്യാസം അടക്കം കൂടുതൽ ഈ ജമ്മുകാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഘട്ടങ്ങളിലായിട്ട് നടത്തി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ആശ്വാസം അതുവഴി ലഭിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഇത് അടക്കമുള്ളവ ഈ യോഗങ്ങളിൽ ചർച്ച ചെയ്യും. ഈ ആഴ്ച തന്നെ ഈ യോഗം പൂർത്തിയാകും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിക്കും. സന്ദർശനം ഫെബ്രുവരിയോടുകൂടി പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും തീയതി സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കുക. മാർച്ച് 2-ാമത്തെ ആഴ്ച തന്നെ ഈ പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ച് മെയ് മാസത്തിൽ പൂർത്തിയാകുന്ന വിധത്തിൽ ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ മുന്നോട്ട് നീക്കുന്നത്. ഗോപിക, പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാർച്ച് 2-ാം വാരം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.